ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷത്തിൽ ഒരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഡൈനാമിക് ചിക്കൻ കൊണ്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ എല്ലില്ലാത്ത ചെറിയ ചിക്കൻ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 1/4 കിലോൻ്റെ അടുത്തേ വരുള്ളൂ. അടുത്തതായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് ഞാൻ ഇട്ടത്. പിന്നെ നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടുന്നത് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചാളുണ്ടെങ്കിൽ അതിന് കണക്കായി അളവ് കുറക്കാം. പിന്നെ കൂടുതലുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് മുളകിൻ്റെ പൊടീൻ്റെതും ചില്ലി ഫ്ലെക്സിൻ്റെ എല്ലാം അളവ് കൂട്ടാം. ഇനി അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കോൺഫ്ലോറും അത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മുളകിൻ്റെ പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരിയും പിരിമുളകും കൂടി മിക്സ് ചെയ്തതാണ്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പ് കൂടി പോകാണ്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇതിൽ നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ചിക്കന് ഇങ്ങനെ ഡൈനാമിക് ചിക്കൻ ആക്കണമെന്നൊന്നുമില്ല. നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് പൊരിച്ചിട്ട് തയ്യാറാക്കാം. ഇതാകുമ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളെല്ലാം ഒന്ന് വെറൈറ്റി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതല്ലേ. ഇത് സിമ്പിളാണ്. ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഡൈനാമിക് ചിക്കന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി അത് നമ്മൾ പൊരിച്ചെടുക്കണം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ ചിക്കനും ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് എല്ലാം മീഡിയം ഫ്ലെയിമായിട്ട് പൊരിച്ചെടുത്താൽ മതി. എനിക്കിത് ആദ്യം ഇങ്ങനത്തെ ചിക്കനെല്ലാം പൊരിക്കാൻ ഭയങ്കര മടിയേനും. കാരണം വെച്ചാൽ ഉള്ളു പൊരിയോളിന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടെൻഷനാണ്. പക്ഷേ പിന്നീട് അത് തീ കുറച്ച് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി. ചിക്കൻ തീ കൂട്ടി വെക്കുമ്പോൾ അത് വെന്ത് കിട്ടൂല ഉള്ളിൽ. ഇതാവുമ്പോൾ നമുക്ക് ഉള്ളിൽ വെന്ത് നല്ലോണം ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും. ഈ ചിക്കനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാവുന്നതാണ്. നമ്മുടെ ഡൈനാമിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ 2 മുട്ട കൊണ്ട് മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ 1/4 കപ്പ് ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ ഇടണം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിന് ഞാൻ ക്യാപ്സിക്കം, തക്കാളി, ഉള്ളി ഇതെല്ലാം ഒരു പാനിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടിയും വാട്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 100 ഗ്രാമിൻ്റെ ബട്ടറിൽ ഒരു ചെറിയ പീസ് കണ്ട ഇതുപോലത്തെ പീസ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് എന്നോട് കൂടിപ്പോയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്രീം ചീസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മൊസറല്ല ചീസ് എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒറിഗാനാണ്. അത് ഓപ്ഷനിലാണ്. കുറച്ച് പെപ്പറും. അതിനുശേഷം മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് നെയ്യിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് കടയിൽ നിന്ന് വാങ്ങിയത്. നല്ല ക്രിസ്പിനെസ് ഉണ്ട്. അതിനുശേഷമാണ് ഞാൻ കുറച്ച് മസാലകളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഇത് പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളെടുത്തിട്ട് അതിൽ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് ഉപ്പ് പിന്നെ മുളകിൻ്റെ പൊടി അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നോർമലായിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഇനി നമ്മൾ ചെറിയ ചിക്കൻ ഡൈനാമിക് ചിക്കൻ ചെറിയ പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിൽ വൈറ്റ് സോസ് മിക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം വെച്ചുകൊണ്ട് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഡൈനാമിക് ചിക്കൻ ചെറിയ പീസാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതിന് ശേഷം ഡൈനാമൈറ്റ് സോസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബോട്ടിലാണ് ആക്കിയത്, പക്ഷേ ഫ്ലോപ്പായിപ്പോയി. കാരണം വെച്ചാൽ നല്ലോണം മിക്സ് ആയിട്ടില്ലേനു. പിന്നെ അതിന് ശേഷം വൈറ്റ് സോസ് പിന്നെയും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഡൈനാമൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ക്രഷ് ചെയ്തത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്. നോർമലായിട്ട് ഡൈനാമൈറ്റ് സോസും വൈറ്റ് സോസും കൂട്ടി കഴിക്കാൻ തന്നെ നല്ല രസമാണ്. അതിന് ശേഷം ഞാൻ 2 മിനിറ്റ് ഓവനിൽ വെച്ചിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. മൊസറല്ല ചീസ് മെൽട്ടായിട്ടുണ്ട്. ഈ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീസ് വേണമെന്നൊന്നുമില്ല. വൈറ്റ് സോസും ഡൈനാമൈറ്റ് സോസും ഉണ്ടായാൽ തന്നെ ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ മാത്രം നമ്മൾ ചീസ് ഇട്ടാൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. കണ്ടാൽ മാത്രം പോരാ കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.